ഹായ്, ഫുട്ബോളിൽ ഒരു ഏറ്റവും നല്ല ഡ്രിബിളർ ആരാന്ന് ചോദിച്ചാൽ ഒരു ഡിഫൻഡറിനെ ഓഫ് ബാലൻസിൽ കൊണ്ടുവരാൻ പറ്റിയ പ്ലെയറാണോ അയാളാണ് ഏറ്റവും നല്ല ഡ്രിബിളർ. കാരണം ഈ പ്ലെയറിൻ്റെ ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്സിൽ മറ്റേ ഡിഫൻഡർ വീണ് ഓഫ് ബാലൻസിലായി പോകുന്നു, നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള എത്രയെങ്കിലും പ്ലേയേഴ്സിന് എനിക്കറിയാം. അവരുടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ എജിലിറ്റിയും സ്പീഡും ക്വിക്നെസ്സും കിനസ്തെറ്റിക് സെൻസും പ്രോപ്രിയോസെപ്ഷനും ഇതുള്ളവരാണ് ഏറ്റവും നല്ല ഡ്രിബിളേഴ്സ്. അതായത് ബോഡി എങ്ങനെ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു, രണ്ട് മസിൽസിൻ്റെ ടെൻഷൻ ഉൾപ്പെടെ മസിൽസിൻ്റെ മൂവ്മെൻറ്റ് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നു. ശരിക്കും പിന്നെ ഇത് അറിയാവുന്നവർ മറ്റ് ഡിഫൻഡറെ മലത്തും. കാരണം അവർ കിടന്ന് കറങ്ങും, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു. നമ്മൾ കണ്ടിട്ടുണ്ടോ ആക്ഷൻസിൽ. അപ്പോൾ അങ്ങനെയുള്ള കൊല്ലത്തുള്ള എത്രയോ പ്ലേയേഴ്സിനെ എനിക്കറിയാം. ഫുട്ബോൾ ലെജൻഡായ പണ്ടത്തെ പാച്ചൻ എന്ന് പറഞ്ഞ പ്ലെയർ, കൊല്ലത്തിലെ പാച്ചൻ എന്ന് പറയുന്ന പ്ലെയർ ഡിഫൻഡേഴ്സ് പാച്ചൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആടും. കാരണം ഓരോ മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴും നിന്ന് ആടുന്ന കാഴ്ചകൾ കാണാം. അൺബാലൻസ്ഡ് ആയി പോകും. അതേ കണക്ക് സുരേഷ് ബാബു, കൊല്ലത്തുള്ള സുരേഷ് ബാബുവിൻ്റെ ആക്ഷനിൽ ഏത് പ്ലെയറും വീണു പോകും. അത് കണക്ക് ചടയമംഗലത്തെ അജയൻ്റെ പ്ലെയർ ക്വിക്ക് ആക്ഷനിൽ ഡിഫൻഡേഴ്സ് 3ഉം 4ഉം ചാട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മറിയും. അതേ കണക്കാണ് നമ്മുടെ കരിക്കോട് എന്നുള്ള കണ്ണൻ എന്ന് പറഞ്ഞ പ്ലെയർ. എക്സലൻറ്റ് ക്വാളിറ്റിയുള്ള ഒറ്റ മടക്കിൽ തന്നെ 2 വട്ടം ഓഫ് ബാലൻസ് ആവുന്ന ഡിഫൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ അത്ര നല്ല പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ക്വാളിറ്റി വേറെ ഒന്നുമല്ല, ഡിഫൻഡേഴ്സിനെ ഓഫ് ബാലൻസ് ആക്കുന്ന കിനസ്തെറ്റിക് സെൻസും പ്രോപ്രിയോസെപ്ഷനും നല്ല സ്പീഡും എജിലിറ്റിയുള്ള പ്ലെയേഴ്സ് ആയാൽ തീർച്ചയായും നല്ല ഡ്രിബിളേഴ്സായി മാറാം. ഫുട്ബോളിൽ ഇനിയും വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് കാണാം. ബൈ.